നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാലിന്യക്കുഴിയിൽ വീണു മരിച്ച 3 വയസ്സുകാരന്റെ മൃതദേഹം ഇന്ന് സ്വദേശമായ രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകും. രാവിലെ 9 മണിയോടെ വിമാനത്തിലാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോവുക. കളക്ടറുടെ പ്രത്യേക അനുമതിയോടെ ഇന്നലെ രാത്രി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയിരുന്നു. വെള്ളിയാഴ്ച ജയ്പൂരിൽ നിന്ന് കൊച്ചിയിൽ വിമാനമിറങ്ങിയ രാജസ്ഥാൻ ദമ്പതികളുടെ മകൻ റിതൻ ജാജു ആണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 രക്ഷിതാക്കൾ സമീപത്തുള്ള കഫേയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴാണ് അപകടം നടന്നത്. രക്ഷിതാക്കൾ കഫേക്കുള്ളിലായിരുന്ന സമയത്ത് മൂത്ത കുട്ടിക്കൊപ്പം പുറത്തുനിന്ന് കളിക്കുകയായിരുന്ന കുട്ടി മാലിന്യം നിറഞ്ഞ കുഴിയിലേക്ക് വീഴുകയായിരുന്നു. അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദൃക്സാക്ഷികളിൽ നിന്ന് നെടുമ്പാശ്ശേരി പോലീസ് മൊഴിയെടുക്കും. മരിച്ച റിദാൻ ജാജു മാലിന്യക്കുഴിക്ക് സമീപം നിൽക്കുന്നത് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് സിയാൽ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ വിനോദസഞ്ചാരത്തിന് എത്തിയതാണിവർ. എയർപോർട്ട് ഡൊമസ്റ്റിക് ടെർമിനലിന് സമീപമുള്ള അന്നസാര കഫേയുടെ സമീപം മൂടാതെ കിടന്ന ഉദ്ദേശം 2.5 വിസ്തീർണവും 4.5 അടി താഴ്ചയുമുള്ള മലിനജലം കെട്ടി നിൽക്കുന്ന കുഴിയിലാണ് കുട്ടി വീണത്. കുഴിയുടെ സമീപം കുട്ടിയുടെ ചെരുപ്പ് കിടക്കുന്നത് കണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് മാലിന്യക്കുഴി തുറന്നിട്ടതിൽ വീഴ്ച വരുത്തിയതടക്കം അന്വേഷിക്കും. കുട്ടി 10 മിനിറ്റോളം 4 അടി താഴ്ചയുള്ള കുഴിയിൽ കിടന്നതിനു ശേഷമാണ് അപകട വിവരം രക്ഷിതാക്കൾ അറിയുന്നത്. കുട്ടിയെ കാണാതെ നിലവിളിച്ച ബന്ധുക്കൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഒടുവിൽ എയർപോർട്ട് അധികൃതർ CCTV പരിശോധിച്ചപ്പോഴാണ് കുട്ടി കുഴിയിൽ വീണതെന്ന് തിരിച്ചറിഞ്ഞത്. അപ്പോഴേക്കും സമയമേറെ വൈകിയിരുന്നു. സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.